ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൾക്കത് പറഞ്ഞു കൊടുത്ത സ്ത്രീ മരിച്ചു പോയിന്നു അവള് പറയുന്നു. ഈ ചിന്നുവിന് ആ മണിമാലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവോ? ഏയ്, സാരമില്ല, ഒരു വഴി ഉണ്ടാക്കാം. ഞാൻ വലിയ വലിയ ബിൽഡിങ്ങുകളുടെ ഉയർച്ചയുടെ അത്രയും കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ആലോചിക്കുമ്പോ നിങ്ങള് പടവല കൃഷിയെപ്പറ്റിയാണ് ആലോചിക്കുന്നത്. അതുപോലെ താഴേക്ക് താഴേക്കേ നിങ്ങൾ വളരും. എല്ലാം എടുത്തല്ലോ അല്ലേ അമ്മ? അമ്മ വിഷമിക്കണ്ട, ദേവി എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. എവിടേക്കാ രണ്ടുപേരും കൂടി? ചോദിച്ച കേട്ടില്ലേ? എവിടേക്കാ രണ്ടുപേരും കൂടിയെന്ന്? എന്നോട് അനുവാദം ചോദിച്ചിട്ടല്ല നീയൊക്കെ ഇവിടേക്ക് വന്നത്. പക്ഷേ ഇവിടുന്ന് പോണമെങ്കില് എന്റെ അനുവാദം വേണം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, നിന്റെ ഈ അഹങ്കാരം തീർത്ത് മര്യാദ പഠിപ്പിച്ചിട്ടേ നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാഴ്ശ്രമങ്ങളൊക്കെ ഉപേക്ഷിച്ചേക്ക്. ഇനി ഇവിടുന്ന് ആരും അറിയാതെ കടന്നു കളയാൻ ശ്രമിച്ച രണ്ടിന്റെ ശവം പോലും ആരും കാണാൻ ഇടയുണ്ടാവില്ല. രണ്ടുപേർക്കും പോവാം. പക്ഷേ അത് ഇവിടെയുള്ളവരെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടുന്ന് കടന്നു കളയാമെന്ന് നിങ്ങൾ കരുതണ്ട. അത് ആപത്ത് വിളിച്ചു വരുത്തും നിങ്ങൾക്ക്. സൂക്ഷിച്ചോ. ഇവളെയും വിളിച്ച് അകത്തേക്ക് കയറിപ്പോ. കയറിപ്പോവാൻ. ഉറങ്ങിയില്ലേ? ഇല്ല, കുറച്ചുകൂടി കഴിയട്ടെ കരുതി. അല്ല, അസിസ്റ്റന്റ് എവിടെ? നേരത്തെ പോയി. പോയോ? നന്നായി. സാർ എപ്പോഴും വെറുതെ കളിയാക്കുന്നു എന്നോട് പരിഭവം പോലെ പറഞ്ഞു. ഞാൻ വെറുതെ എന്തെങ്കിലും പറയുന്നല്ലേ ഉള്ളൂ. അത് എനിക്കറിയാവുന്നുണ്ട്, ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ഡ്രൈവറല്ല, ഇവിടുത്തെ മോനാണെന്നുള്ള അവസ്ഥ ചിന്നു അറിയുമ്പോ എന്താവോ എന്തോ. അയ്യോ, ആ ബോംബ് ഇപ്പോഴൊന്നും പൊട്ടിക്കല്ലേ.
അതറിഞ്ഞ ആളാകെ ചമ്മി നാറിപ്പോവും. തൽക്കാലം ഈ ടോമാഞ്ചേരി കളി തുടരട്ടെ. അവളൊരു പാവ. പിന്നെ സാറിന്റെ ഈ കളിയാക്കലൊക്കെ അവളെ സന്തോഷിപ്പിക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതൊന്നും പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നീ ഇവിടെ ഒന്ന് നിൽക്കുമായിരുന്നു. നിന്നെ മുറിയിലൊക്കെ നോക്കി. എന്താച്ചാ, എന്തെങ്കിലും കാര്യമുണ്ടോ? ഏയ്, കാണാത്തോണ്ട് തിരക്കുന്നേ ഉള്ളൂ. ഞാൻ ചന്ദ്രാമയോട് ചിന്നുവിന്റെ കാര്യം സംസാരിക്കുമായിരുന്നു. അവക്കെന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, വെറുതെ. ആ കുട്ടി ഒരു പാവോ. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവളെ അലട്ടുന്നുണ്ട്. ഞാൻ ഒരു ദിവസം ചോദിച്ചിട്ടും അവളൊന്നും പറഞ്ഞില്ല. എനിക്കും അത് തോന്നിയച്ചാ. ചിലപ്പോഴൊക്കെ ദേഷ്യത്തിൽ നിൽക്കുന്ന കാണാം, മറ്റു ചിലപ്പോഴൊക്കെ വിഷമിച്ച് മാറി നിൽക്കുന്ന കാണാം. പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാലല്ലേ പരിഹരിക്കാൻ പറ്റൂ. ചിലപ്പോ അവളുടെ സാഹചര്യം കൊണ്ടാവും. അല്ലെങ്കിൽ എന്നോടോ നിന്നോടോ പറയത്തക്ക ബന്ധം നമ്മളോട് അവക്കുണ്ടെന്ന് അവക്ക് തോന്നിയിട്ടുണ്ടാവില്ല. ഇനി ആകെയുള്ള വഴി സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ചന്ദ്രലേഖ അവളോട് ഇതേപ്പറ്റി ഒന്ന് സംസാരിക്കേ. എന്താണ് അവിടെ പ്രശ്നമെന്നൊന്ന് ചോദിച്ചറി. ഇന്ന് ഇവിടെ വന്ന നരേന്ദ്രനെ നിങ്ങൾക്ക് നേരത്തെ അറിയോ? ചോദിച്ചാ പെട്ടെന്ന് പറയണമെന്നില്ല. എങ്കിലും ഏതെങ്കിലും ഒരു വഴിയിലൂടെ അറിയാൻ ശ്രമിക്കേ. ഇടാ മഹി, എന്നാ പിന്നെ വാ. ഇനി നമ്മൾ 3 പേരും കൂടെ ഇവിടെ നിൽക്കുന്നത് നിന്റെ അമ്മ കണ്ട. ഇനി അത് മതി കോലാഹലത്തിന്. നീ വന്നേ. ശരി. പറഞ്ഞു കേട്ട് ഈ മണിമാല ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ ആ പെണ്ണിന് കഴിയൂ? അവൾക്കത് പറഞ്ഞു കൊടുത്ത സ്ത്രീ മരിച്ചു പോയെന്നും അവള് പറയുന്നു. ഈ ചിന്നുവിന് ആ മണിമാലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവോ? ഏയ്, സാരമില്ല, ഒരു വഴി ഉണ്ടാക്കാം. നാളെ രാവിലെ തന്നെ പോന്നോളൂ. ഇനി വെച്ച് താമസിപ്പിക്കണ്ട.